ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നയപരമായിട്ട് അന്നും ഇന്നും ഇനി നാളെയും ഈ PM-ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നിബന്ധനകൾക്കെതിരാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ടുന്ന പണം തരാതിരിക്കുന്നു. അത് ചെറിയ രീതിയിലുള്ളതല്ല, ആയിരക്കണക്കിന് കോടി. ഇപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞ പോലെ 8,000-ഓളം കോടി ഉറുപ്പിക നമ്മുടെ നെല്ല് സംഭരിച്ചത് ഉൾപ്പെടെയുള്ള പൈസ തരാതിരിക്കുന്നു. ഓരോ നിബന്ധന വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ശക്തിയായ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്കെതിരായിട്ട് ഒരുതരം സാമ്പത്തിക ഉപരോധം പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. PM-ശ്രീയുടെ ഭാഗമായിട്ടും അത് തന്നെയാണ് സംഭവം. അത് കുറേ കൊല്ലമായി. ഇപ്പം തുടങ്ങിയതല്ല, 2-3 വർഷമായി ഇതിൻ്റെ മേലെ നടക്കാൻ തുടങ്ങിയിട്ട്. വലിയ രീതിയിലുള്ള സമരം നടന്നിട്ടുണ്ട്, പ്രക്ഷോഭം നടന്നിട്ടുണ്ട്. ഞങ്ങൾ അന്നും ഇന്നും CPIM എന്ന രീതിയിലായാലും CPI എന്ന രീതിയിലായാലും എല്ലാവരും PM-ശ്രീ പദ്ധതി എന്നുള്ള ഈ നിബന്ധനയെ അതിശക്തിയായിട്ട് അന്നും ഇന്നും എതിർത്തുകൊണ്ടിരിക്കുകയാണ്. നാളെയും അത് തന്നെയാണെന്ന് അറിയുക. അതാണ് അത് ഗവൺമെൻറ്, അത് ഞാൻ പറഞ്ഞില്ല, അത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനം, ഞങ്ങളുണ്ട്, CPI ഉണ്ട്. CPI ആണല്ലോ ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രബലമായ ഒരു ഇടതുപക്ഷ പാർട്ടി. സ്വാഭാവികമായിട്ടും ഞങ്ങളും അവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കും. ഞങ്ങൾക്ക് സമയം തരില്ല.